നമസ്കാരം. ഇടവിടാതെ കേസും കോടതിയും ജയിലും ജാമ്യവും ഒക്കെ തായം കളിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ സമീപകാല പൊതുജീവിതത്തിന് പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് CBI. ഡൽഹി മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിൽ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എക്സൈസ് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഡൽഹിയിലെ വിചാരണ കോടതി CBIക്ക് അനുമതി നൽകിയതോടെ കാര്യങ്ങൾ ഒന്നുകൂടി സങ്കീർണമായി. കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. പ്രത്യേക ജഡ്ജി അമിതാഭ് റാവത്ത് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് CBI കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. തിഹാർ സെൻട്രൽ ജയിലിൽ നിന്ന് AAP നേതാവിനെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റിന് അപേക്ഷ നൽകിയത്. കീഴ്ക്കോടതി തനിക്ക് അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യാനുള്ള ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴാണ് പുതിയ സംഭവ വികാസം ഉടലെടുത്തത്. കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തതിനാൽ ഡൽഹി ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയാലും ഡൽഹി മുഖ്യമന്ത്രിക്ക് ബുധനാഴ്ച തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത് പരിഗണിച്ച് CBI അറസ്റ്റിനെ തുടർന്ന് തന്റെ ജാമ്യ ഉത്തരവിന്മേലുള്ള ഡൽഹി ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേക്കെതിരായ അപ്പീൽ പിൻവലിക്കാനും കാര്യമായ ഹർജി ഫയൽ ചെയ്യാനും അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കാര്യമായ അപ്പീൽ ഫയൽ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിൽ വെച്ച് CBI കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയും ഡൽഹി മദ്യനയത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച കെജ്രിവാളിന് പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസി പ്രത്യേക കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അത് അനുവദിച്ചതോടെയാണ് അറസ്റ്റ് നടപടി CBI പൂർത്തീകരിച്ചത്. CBIയുടെ നടപടിയോട് പ്രതികരിച്ച ആം ആദ്മി നേതൃത്വം തങ്ങളുടെ നേതാവിനെതിരെ വ്യാജ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് ആരോപിച്ചു. കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നതിനായി കള്ളക്കേസുകൾ ചുമത്താൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്ന് AAP നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു. നേരത്തെ ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്നയാളാണ് സഞ്ജയ് സിംഗ്. ഇതേ കേസിൽ അറസ്റ്റിലായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിലാണ്. ഇന്ന് ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിച്ച ആം ആദ്മി നേതൃത്വത്തിന് എന്തായാലും CBIയുടെ നടപടി കനത്ത തിരിച്ചടിയായി. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന പ്രവണത മൂന്നാം തവണയും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ തുടരുകയാണെന്ന ആക്ഷേപമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത കേന്ദ്ര ഏജൻസികളുടെ നടപടിയോട് സുപ്രീം കോടതി എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.